നീ പ്രാർത്ഥിക്കേണ്ട സമയത്തെ ദൈവം ശ്രേഷ്ഠമായി നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയത്ത് കുഞ്ഞെ നീ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കും. ചിലരുടെ കണ്ണുനീർ ശ്രദ്ധിച്ചാൽ അറിയാം, അത് കണ്ണിൽ നിന്ന് ഒഴുകിയല്ല വരുന്നത്, ചിലത് തെറിച്ചു പോകുക. കാരണം എന്താ? പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും കർത്തൻ്റെ സന്നിധിയിൽ വ്യസനിക്കുന്ന വ്യക്തിത്വങ്ങളോടാണ് ഈ ആലോചന ഞാൻ കൈമാറുന്നത്. പ്രിയ ദൈവമൈതലേ, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷേ ഞാൻ ആത്മാവിൽ അധികാരത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടങ്ങ് പറയുകയാണ്, നീ പ്രാർത്ഥിക്കേണ്ട സമയത്തെ ദൈവം ശ്രേഷ്ഠമായി നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയത്ത് കുഞ്ഞെ നീ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കും. പഴയ നിയമത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ വ്യക്തമായി വചനം പരിചയപ്പെടുത്തുന്നു. അവളുടെ ജീവിതത്തിൻ്റെ മേൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ള വിഷയം വല്ലാതെ ബാധിക്കപ്പെട്ട് നിൽക്കുകയാണ്. ആ ദിവസങ്ങളിലൊക്കെയും അവൾ ദേവാലയത്തിൽ പോകുക പതിവായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വല്ലാത്ത വ്യസനം അവളെ പിടിച്ചു കുലുക്കി. നിന്ന കൂടാൻ തുടങ്ങി. വല്ലാത്ത ഭാരത്തിനകത്തിൽ കൂടെ അവൾ കടന്നുപോയി. സ്വന്തം ഭർത്താവ് പോലും അടുത്തു വന്ന് അവളെ ആശ്വസിപ്പിച്ചിട്ടും ആ ആശ്വാസം അവൾക്ക് സ്വീകരിക്കുവാൻ, അതിനെ ഒന്ന് യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിലുള്ള അസാധാരണമായ വ്യസനം അവളുടെ ഉള്ളത്തിനകത്തിൽ ബാധിക്കപ്പെട്ടപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എങ്ങോട്ട്? ദേവാലയത്തിലേക്ക്. ദേവാലയത്തിൽ ചെന്ന കർത്തന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുകയാണ്. അവളുടെ ഹൃദയം വിങ്ങി പൊട്ടി കരയുകയാണ്. ചിലരുടെ കണ്ണുനീർ ശ്രദ്ധിച്ചാൽ അറിയാം, അത് കണ്ണിൽ നിന്ന് ഒഴുകിയല്ല വരുന്നത്, ചിലത് തെറിച്ചു പോകുക. കാരണം എന്താ? അകത്തളത്തിൽ അത്രയും നീറുന്ന വിഷയത്തിനകത്തിൽ ഭാരപ്പെട്ട് നിലനിൽക്കുമ്പോൾ, ദൈവദാസനെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, പക്ഷേ അപ്പൻ്റെ സന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അടർന്ന് വീഴുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, കർത്താവിൻ്റെ വ്യക്തമായ നിയോഗം ഇതാ നിന്നിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നു. അതിന് ഇതാ നിന്നെ കർത്താവ് ഒരു ചാലകമാക്കി മാറ്റി നിന്നെ ഒന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച് പ്രാർത്ഥനയുടെ പുറകിൽ കൂടെ ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുന്ന ചരിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അവൾ അത്രയും നാൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ട് വചനത്തിൽ പറയുന്നില്ല. എന്നാൽ അവൾ അന്ന് ദേവാലയത്തിൽ പോയി നെടുമ്പാട് വീണ് കരയുമ്പോൾ അവളുടെ ചുണ്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ. അകത്തളത്തിൽ നിന്ന് അവൾ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഏലി എന്ന പുരോഹിതൻ അവിടെ കടന്നു വന്നിട്ട് ആ പുരോഹിതന് പോലും അവളുടെ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾ പറയുക, യജമാനനെ, എൻ്റെ വ്യസനത്തിനകത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അപ്പനോട് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ഈ സമയത്തും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന സമയത്തെ കർത്താവ് നിശ്ചയിച്ച്, നിങ്ങളുടെ വ്യക്തമായ ഡെലിവറൻസിൻ്റെ സമയത്തെ കർത്താവ് നിശ്ചയിച്ച് നിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉന്തി തള്ളിവിടുന്ന സമയങ്ങൾ ഇതാ മുമ്പിൽ കടന്നു വരാൻ പോകുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ വിടുതലും ശ്രേഷ്ഠതയേറിയ വീര്യപ്രവൃത്തികളുമാണ് സംഭവിക്കുന്നത്. നമ്മുടെ മിടുക്കുകൊണ്ടല്ലെന്നേ, നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല നമ്മളിതെല്ലാം നേടിയെടുക്കുന്നത്. കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രമാണ്. അതിനെ ഒന്ന് യഥാർത്ഥമായിട്ട് നാം ഒന്ന് മനസ്സിലാക്കിക്കേ. യാക്കോബിൻ്റെ ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിക്കേ. ആ മനുഷ്യൻ തനിക്കുണ്ടായിരുന്ന സകല സ്വത്തുക്കളും, ഭാര്യമാര്, മക്കള്, ഒട്ടകങ്ങള്, ആടുമാട്, മൃഗസമ്പത്തുകൾ, അവയെല്ലാം ഒരു സ്ഥാനത്ത് സേഫായിട്ട് എത്തിച്ചതിന് ശേഷം താൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ എവിടെയാണോ ദൈവ സാന്നിധ്യത്തിൽ പിടിക്കപ്പെട്ടത് ആ സ്ഥലത്തേക്ക് നദി നീന്തി കടന്ന് അവിടെ വന്ന് ഇരിക്കുകയാണ്. എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ആ പ്രാർത്ഥനയിലാണ് അവിടെ ദൈവം ഇറങ്ങി വരികയാണ്. ഇവൻ ആ ദൈവത്തെ മല്ലിട്ടിങ്ങനെ പിടിക്കുകയാണ്, ഇങ്ങനെ പിടിച്ചു നിർത്തി കർത്തൻ്റെ സന്നിധിയിൽ കരയുകയാണ്, വ്യക്തമായി കരയുകയാണ്. ആ കരച്ചിലിനൊടുവിൽ കർത്തൻ ചോദിക്കുകയാണ്, എടാ, നിന്റെ പേര് പറ, നീ ആരാന്ന് നീ വ്യക്തമാക്ക്,
നീ പേര് പറ. അവിടെ പേര് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് അന്ന് എല്ലാവരെയും മാറ്റി നിർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി അവൻ കാണിച്ച ശുഷ്കാന്തിക്കനുസരിച്ച് മുമ്പോട്ട് കയറിപ്പോയവൻ യാക്കോബ് എന്ന പദം മാറി ഇസ്രായേൽ എന്ന പേരിൻ്റെ ഉടമസ്ഥനായി മുമ്പോട്ട് യാത്ര ചെയ്ത് കടന്നു വരുന്നതല്ലേ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് നമുക്കൊന്ന് പറയാൻ കഴിയണം, കർത്താവേ, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് ഉദ്ദീപിപ്പിക്കണം, എന്നെ ഒന്ന് ഉദ്ദീപിപ്പിക്കണം. അപ്പോസ്തല പ്രവൃത്തികളിലൊന്ന് എടുത്തു നോക്കിക്കേ, അവിടെ വ്യക്തമായി കാണുന്നു ഭക്ഷണ സാധനങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അഭിഷിക്തന്മാർ പറയുകയാണ്, ഭക്ഷണ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക അല്ലേ, ഓക്കെ, അത് റെഡി ആകുന്നത് വരെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നല്ല പറഞ്ഞേ, ഞങ്ങൾ പോയി കുറച്ചു നേരം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദൂതും ശ്രേഷ്ഠതയേറിയ ആലോചനയും ശക്തിയോടെ വെളിപ്പെട്ടു വരുവാനിടയായി. അപ്പോസ്തലനാകുന്ന പൗലോസിനെ കർത്താവ് വിളിച്ചപ്പോൾ തനിക്ക് മുമ്പേ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന അനേക വ്യക്തിത്വങ്ങളുടെ അരികിലേക്ക് കടന്നു പോകാതെ താൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ മരുഭൂമിയിലേക്ക് കയറിപ്പോയി. അങ്ങനെ മരുഭൂമിയിൽ കയറി വന്നവനോട് സ്വർഗം ഇടപെട്ടു. ദൈവം ഇറങ്ങി നിന്ന് സംസാരിച്ചു. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 14 ലേഖനങ്ങളുടെ ഘനമേറിയ വെളിപ്പാടുകൾ അവന് കൈമാറിക്കൊടുത്തു. പ്രിയ ദൈവപൈതലേ, ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയുന്ന വിഷയത്തിനും അപ്പുറത്ത് എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാരും അതല്ലേ ചോദിച്ചേ, കർത്താവേ, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അതിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൊതിയോടിരിക്കുക. ദൈവശബ്ദം കാതിൽ കേൾക്കുന്ന, ദൈവ സാന്നിധ്യം കണ്ണിൽ കാണുന്ന, ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് നാം ഓരോരുത്തരും പ്രയോജനപ്പെടുന്ന ആ ഒരു തലങ്ങളിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും മാനിച്ച് വഴി നടത്തുവാൻ ഇടയാകട്ടെ. കർത്താവ് അറിയുന്ന ഒരു വ്യക്തിയായി മാറട്ടെ. അതിനായി കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. I bless you in Jesus' name. Amen.